പത്രമാറ്റിൻ്റെ വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളെ മുത്തശ്ശനാണെങ്കിൽ നന്ദുവിനെ ഉപദ്രവിച്ചുകൊണ്ടിരുന്ന നമ്മളെ വേണു ഏർപ്പാട് ചെയ്ത ട്രെയിനർ ഉണ്ടല്ലോ, അയാൾക്കിട്ടൊരു മുട്ടം പണിയൊക്കെ കൊടുത്ത് അയാൾക്ക് ട്രാൻസ്ഫർ മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളെ നന്ദു ചെന്നിട്ട് പറയാണ്, ഞാൻ വിചാരിച്ചാലും ചിലതൊക്കെ നടക്കുമെന്ന് ഇപ്പോൾ സാറിന് മനസ്സിലായിട്ടുണ്ടല്ലോ. അപ്പം നമ്മൾ ട്രെയിനർ പറയുന്നുണ്ട്, നിൻ്റെ സ്വഭാവം വെച്ച് നീ എവിടെ പോയാലും ക്ലച്ച് പിടിക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ നന്ദു പറയുന്നുണ്ട്, അത് നമുക്ക് കാണാം, ഞാൻ SI ആയിട്ട് ഇറങ്ങുന്നത് തന്നെ നമുക്ക് കാണാമെന്നൊക്കെ ഇങ്ങനെ നന്ദു പറയുന്നുണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് പറഞ്ഞാൽ നമ്മളെ ട്രെയിനർ ആണെങ്കിൽ വേണുവിനെ കാണാൻ പോകുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വേണുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഇത്രയും കരുത്തയായ ഒരു പെണ്ണിനെ ഞാൻ കണ്ടിട്ടേ ഇല്ല, എത്ര തളർത്താൻ നോക്കിയിട്ടും അവൾ തളരുന്നൊരു മട്ടൊന്നും ഇല്ലായിരുന്നു. ഉള്ളത് പറയാലോ വേണു, ഇത്രയും കരുത്തയായ ഒരു പെണ്ണ് ഞാൻ കണ്ടിട്ടേ ഇല്ല, അവളെ തളർത്താനൊന്നും ആർക്കും പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് വേണു ആകെ ചമ്മി നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മളെ നന്ദുവിൻ്റെ ട്രെയിനറായിട്ട് വേറൊരാൾ ചാർജ് എടുക്കും കേട്ടോ. അയാളുടെ പേര് ബിനോയ് എന്നാണ്. നന്ദുവിന് ഇനി ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടാവരുതെന്ന് മേൽ ഓഫീസർ ബിനോയ് അടുത്ത് പറയുന്നുണ്ട് കേട്ടോ. പറയുന്നുണ്ട്, മറ്റേ ട്രെയിനർ ചെയ്ത പോലെ അവളെ ദ്രോഹിക്കാനോ അങ്ങനെ അയാളെ പിന്നിൽ പോകാനൊന്നും നീ നോക്കണ്ട, നല്ലതുപോലെ തന്നെ നന്ദുവിന് ട്രെയിനിങ് കൊടുക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നല്ല രീതിയിലൊക്കെ പോകണം. പിന്നെ സർക്കാരിനൊരു മുതൽക്കൂട്ട് തന്നെയാണ് ആ പെൺകുട്ടി. ഇത്രയും കരുത്തയായ ഒരു പെൺകുട്ടിയെ ഞാൻ ഇതുവരെയ്ക്കും നമ്മളെ ഡിപ്പാർട്ട്മെൻറ്റിൽ കണ്ടിട്ടില്ല. അപ്പോൾ ബിനോയ് ആണെങ്കിൽ പറയുന്നുണ്ട്, അങ്ങനെയുള്ള കുട്ടികളെയാണല്ലോ നമ്മളെ ഡിപ്പാർട്ട്മെൻറ്റിനും ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഓഫീസർ ബിനോയ് അടുത്ത് പറയുന്നുണ്ട്, പിന്നെ ആ പെൺകുട്ടിയുടെ അടുത്ത് പ്രത്യേകിച്ച് വളച്ചിലൊന്നും എടുക്കാനൊന്നും പോവണ്ട, പോയി കഴിഞ്ഞാൽ പിന്നെ നിൻ്റെ ഷേപ്പ് മാറുന്നതായിരിക്കും കാണുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. നമ്മൾ പുതിയ ട്രെയിനർ ആണെങ്കിൽ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, സാർ ഇത്രയും പുകഴ്ത്തുന്നുണ്ടെങ്കിൽ ആ പെൺകുട്ടി ചില്ലറക്കാരിയല്ലല്ലോ, അപ്പോൾ എന്തായാലും ആ പെൺകുട്ടി ഒന്ന് കണ്ടേ പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ബിനോയ് ആണെങ്കിൽ നന്ദുവിനെ കാണാൻ വേണ്ടി പോകുന്നുണ്ടേ. അങ്ങനെ ആ സമയത്ത് ബിനോയ് അങ്ങോട്ട് ചെല്ലുന്ന സമയത്ത് വേറൊരു ട്രെയിനറുമായിട്ട് അവർക്ക് ട്രെയിനിങ് ഒക്കെ പ്രാക്ടീസ് നടന്നുകൊണ്ടിരിക്കുമായിരുന്നേ. അങ്ങനെ ബിനോയ് അങ്ങോട്ട് വരുന്ന സമയത്ത് നന്ദുവിൻ്റെ ഫിറ്റ്നസ് ബോഡിയൊക്കെ കണ്ടിട്ട് ബിനോയ്ക്ക് നന്ദുവിനെ ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ബിനോയ് ചിന്തിക്കുന്നുണ്ട്, ഇവള് കൊള്ളാലോ, ഇവള് ചില്ലറക്കാരിയൊന്നും അല്ലല്ലോ, സാറ് പറഞ്ഞത് എന്തായാലും കറക്റ്റായ കാര്യങ്ങളാണല്ലോ, എന്തായാലും ഇവളെ ഒന്ന് വളച്ചെടുക്കണമെന്നൊക്കെ ഇങ്ങനെ ബിനോയ് ചിന്തിക്കുന്നുണ്ട്. നമ്മൾ ബിനോയ് ആണെങ്കിൽ വലിയ ഗമയൊക്കെ ആയിട്ട് വലിയ ആളെ പോലെ നമ്മളെ നന്ദുവിൻ്റെ അടുത്ത് വരുന്നുണ്ട് കേട്ടോ. വന്നിട്ട് പറയുന്നുണ്ട്, ഞാനാണ് പുതിയ ഓഫീസർ, ഞാനാണിപ്പോൾ പുതിയതായിട്ട് ചാർജ് എടുത്തത്, ഇനി എൻ്റെ കീഴിലാണ് നിങ്ങൾ വർക്ക് ചെയ്യാൻ പോകുന്നതെന്നൊക്കെ പറയുവേ. ഞാൻ പറയുന്നത് അനുസരിച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്നൊക്കെ നിങ്ങളെ കാര്യങ്ങളൊക്കെ നടത്തിയെടുക്കാൻ പറ്റുമെന്നൊക്കെ പറയും. ട്രെയിനിങ് ഒക്കെ നമുക്ക് നല്ലതുപോലെ തന്നെ എൻജോയ് ചെയ്തിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാമെന്നൊക്കെ ഇങ്ങനെ ബിനോയ് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ നന്ദുവിൻ്റെ ഫ്രണ്ട് ആണെങ്കിൽ നന്ദുവിൻ്റെ ചെവിയിൽ പറയുന്നുണ്ട്, ഇയാൾ കുഴപ്പമൊന്നും ഇല്ലെന്ന് തോന്നുന്നുണ്ട്, ആളൊരു ചുള്ളനാണല്ലോ എന്നൊക്കെ പറയുമ്പം നന്ദു പറയുന്നുണ്ട്, ചുള്ളനായാലും കുഴപ്പമില്ല, അടങ്ങി ഒതുങ്ങി നിന്ന് കഴിഞ്ഞാൽ അയാൾക്ക് തന്നെ നല്ലതെന്ന് പറയും, അല്ലെങ്കിൽ മുമ്പത്തെ ആളെ പോലെ ഇയാൾക്കും കുറച്ച് പണിയൊക്കെ കിട്ടുമെന്നൊക്കെ ഇങ്ങനെ നന്ദു പറയുന്നുണ്ട്. നമ്മൾ നന്ദുവിൻ്റെ ഫ്രണ്ട് നന്ദുവിൻ്റെ അടുത്ത് പറയടി, ഇയാൾക്കൊരു ഇളക്കമുള്ളത് പോലെ തോന്നുന്നുണ്ടല്ലോ, അയാൾ നിന്നെയാണല്ലോ നോട്ടം ഇട്ട് വെച്ചിട്ട് സംസാരിക്കുന്നതൊക്കെ, അപ്പം നിന്നെ വളയ്ക്കാൻ വല്ല പ്ലാനും ഉണ്ടോ അയാൾക്കെന്നൊക്കെ ചോദിക്കുവേ. നന്ദു പറയുന്നുണ്ട്, എന്തായാലും അതിൽ കാര്യമില്ല, അതെന്തായാലും നടക്കത്തതും ഇല്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പിന്നെ ഇവർക്ക് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്, ഇവരെ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പം നമ്മൾ ട്രെയിനർ നന്ദുവിനെ പരിചയപ്പെടാൻ വേണ്ടി വരുന്നുണ്ട്. എന്നിട്ട് നന്ദുവിൻ്റെ അടുത്ത് പറയും, ഹായ് ഞാൻ ബിനോയ്. അപ്പോൾ ട്രെയിനർ നന്ദുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഇനി തനിക്കൊരു കുഴപ്പവും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറയുമ്പം നന്ദു പറയുന്നുണ്ട്, ശരി സാർ. മറ്റേ ആൾ വല്ലാതെ ബുദ്ധിമുട്ടിച്ചപ്പോഴാണ് മുത്തശ്ശൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്നൊക്കെ പറയുന്നത്. അത് ആരായാലും ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുമല്ലോ, പ്രത്യേകിച്ച് നന്ദുവിനെ പോലെ ഒരു കുട്ടിയെ ഇങ്ങനെ ഉപദ്രവിക്കാൻ പാടുണ്ടോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണേ. നമ്മളെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ നീ ഒരു SI ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു നല്ലൊരു മുതൽക്കൂട്ടാന്നൊക്കെ ഇങ്ങനെ പറയുക. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മളെ നന്ദുവിനെ പൊക്കിയൊക്കെ നിർത്തുന്നുണ്ട് കേട്ടോ. അങ്ങനെ ബിനോയ് നന്ദുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, നിനക്ക് എൻ്റെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവും, നിനക്ക് എന്ത് ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നീ എൻ്റെ അടുത്ത് പറയണമെന്നൊക്കെ പറയും. പറഞ്ഞിട്ട് നമ്മൾ ബിനോയ് ആണെങ്കിൽ പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ ബിനോയ് നന്ദുവിൻ്റെ മുമ്പിൽ വലിയ ആളായിട്ട് നന്ദുവിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരാളായിട്ടൊക്കെ ആക്കിയിട്ടൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അങ്ങനെ ബിനോയ് ആണെങ്കിൽ ഇടയ്ക്ക് കണ്ണൊക്കെ ഇട്ടിട്ട് നമ്മൾ നന്ദുവിനെ നോക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ നോക്കുന്നതൊക്കെ നമ്മൾ നന്ദുവിൻ്റെ ഫ്രണ്ട് ആണെങ്കിൽ ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നന്ദുവിൻ്റെ ഫ്രണ്ട് പറയുന്നുണ്ട്, ഇത് ഞാൻ പറഞ്ഞത് തന്നെ കാര്യം, എന്തോ ഒരു ഇളക്കം നിന്നെ കണ്ടപ്പോൾ തൊട്ട് തോന്നുന്നുണ്ട്, അതല്ലെങ്കിൽ നിൻ്റെ എല്ലാ കാര്യങ്ങളും അയാളത്ത് പറയാൻ പറഞ്ഞാൽ എന്നാൽ അയാൾക്ക് എന്തോ ഒരു ഇളക്കം നിൻ്റെ അടുത്തുണ്ട്, നിൻ്റെ അടുത്ത് എന്തോ ഒരു ഇഷ്ടം കാര്യങ്ങളും അയാൾക്കുണ്ടെന്ന് തോന്നുന്നുണ്ട്, എന്തായാലും നീ ശ്രദ്ധിച്ചോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം നന്ദു പറയുന്നുണ്ട്, അയാൾക്ക് അങ്ങനെ ഒരിതുണ്ടെങ്കിൽ അതൊന്നും നടക്കാൻ പോകുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ നന്ദു പറയുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടുള്ള ബെല്ലൈക്കനും കൂടെ ഒന്ന് എനേബിൾ ചെയ്യണേ.